ഹായ്, കഴിഞ്ഞ ദിവസേ ഒരു ചുരിദാർ വെട്ടി വെച്ചിരുന്നില്ലേ? ഇന്നത് തയ്ക്കുന്ന വീഡിയോ ചെയ്യേ. ഇതിന് മുന്നത്തെ പ്രാവശ്യം ഒരു ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു, വെട്ടുന്നതും തയ്ക്കുന്നത്. ആ ചുരിദാറാണേ എൻ്റെ കൈ. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അന്നത്തെ ആ ഡ്രസ്സിൻ്റെ ആ ഡ്രസ്സിൻ്റെ കൈ തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കൈയാണ്. ഡ്രസ്സ് എങ്ങനെ ഉണ്ട്, കൊള്ളാമോ? അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കിത് അഴിച്ചിട്ട് ഇതിനകത്ത് ഓരോ പീസായിട്ട് എടുക്കാം. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഫ്രണ്ടിലെ പീസാണ്. ഇത് നമ്മുടെ ആ ഫ്രണ്ടിലെ നെക്കാണ്. ഈ നെക്കാണ് നമ്മൾ ആദ്യം തയ്ച്ചെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നെക്ക് തയ്ക്കാനായിട്ട് ഒരു പീസ് വെട്ടി വെച്ചിട്ടുണ്ടായി. ഈ പീസ് ഇത് നമ്മൾ സ്റ്റിപ്പ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ അളവിൽ ഒരു സ്റ്റിപ്പ് വെട്ടിയെടുക്കണം. ഇത് ഇച്ചിരി വീതി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആയ കുഴപ്പമില്ല. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. നമുക്കൊരു സ്റ്റിപ്പിൻ്റെ പീസ് വെട്ടിയെടുക്കാം ആദ്യം. ഇതിൽ അയൺ ചെയ്ത് പിടിപ്പിക്കാം. അയൺ ചെയ്ത് എടുക്കാം. തീയോ ഓഫ് ചെയ്തേക്കാം. ഇങ്ങനെ സിന്തറ്റിക് ആയതുകൊണ്ട് ഒരുപാട് ചൂടായ ഊരിക്കണ്ട. നൈസായിട്ടെല്ലാം ഇങ്ങനെ ആക്കി ഒന്ന് ഒട്ടി കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് തേക്കാം. കാര്യം കോട്ടൺ പോലെയല്ല, സിന്തറ്റിക് ചിലപ്പോൾ പെട്ടെന്ന് ഊരിക്ക് പിടിക്കും. നൈസായിട്ടൊന്ന് അപ്പുറത്ത് ഒട്ടലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ അത് തേക്കാനായിട്ട്. അല്ലെങ്കിൽ മേളിലൊരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് തേക്കണം. നമ്മൾ സ്റ്റിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ എക്സ്ട്രാ വരുന്ന എല്ലാം മുറിച്ച് കളയണേ. ഇത് സ്റ്റിപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുരിദാർ എടുത്തിട്ട് നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വയ്ക്കുക. ഈ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ട് വരാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നെക്കിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെ മടക്കി അടിക്കണം. 4 ഇഞ്ച് ഇങ്ങനെ മടക്കി അടിക്കണം. ഈ നെക്കിൻ്റെ ചുറ്റും, ഫ്രണ്ടും ബാക്കും ചുറ്റും 4 ഇഞ്ച് ഇങ്ങനെ മടക്കി അടിക്കണം. മടക്കി അടിക്കുമ്പോൾ നമുക്ക് ഈ എൻഡ് എത്തുമ്പോൾ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ബക്കറ്റ് ഷേപ്പുള്ള ഈ എൻഡിൽ നമ്മളിങ്ങനെ ഒരു 4 ഇഞ്ച് ഇങ്ങനെ സ്ലെൻഡ് ചെയ്ത് കട്ട് ചെയ്ത് വിടണം. ഇത് വേണ്ട, അത് ഈ തുമ്പ് ഇത് 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. ചരിച്ച് ഒരുപാട് ആവരുത്, കഴുത്തിൻ്റെ ഇറക്കം കൂടിപ്പോകും. അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ വന്നിട്ട് 4 ഇഞ്ച് ഇങ്ങനെ മടക്കി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് അടുത്ത പീസിലേക്കും ഇങ്ങനെ മടക്കാം. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാനിത് മടക്കി അടിച്ചിട്ട് വരാം. ഇത് നമ്മൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇത് ഈ ചുരുണ്ട് പോണ തുണി ആയതുകൊണ്ട് സ്റ്റിപ്പ് ഇടാതെ തയ്ച്ചേക്കുന്ന കാരണം ഇങ്ങനെ തളർന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പീസ് വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കട്ടിക്ക് പിടിച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഷേപ്പിനിരിക്കും. ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ പീസില്ലേ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ഇതിങ്ങനെ ഈ പീസ് ഇതിങ്ങനെ ഈ സ്റ്റിപ്പ് ഒട്ടിച്ച പീസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് അതിൻ്റെ ഒരെൻഡ് നമ്മുടെ ഈ തുണിയുടെ നെക്കിൻ്റെ അറ്റത്തെ ഭാഗത്ത് ഒരു ഇത്രയും ഒരു ഇഞ്ച് താഴോട്ട് ഇറക്കി ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇച്ചിരി ഇങ്ങോട്ട് വെച്ച് ഇത് ഈ 4 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഉണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒരു മുട്ട സൂചി കുത്തിയിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരിക്കും. ഇത് ഈ
സിന്തറ്റിക് തുണി ആയതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഈ നെക്ക് പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് ഇരുന്നോളും. ഇങ്ങനെ കറക്റ്റ് ആ 1/4 ഇഞ്ച് എല്ലായിടവും മെയിൻറ്റെയിൻ ചെയ്ത് തുണി വലിക്കരുത്, വലിക്കാതെ പിടിച്ച് ഇങ്ങനെ ഈ അരികിൽ കൂടെ സ്റ്റിച്ച് ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഇട്ട സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് ഊരിക്കളയാം. ഇങ്ങനെ ഇപ്പോൾ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നിരത്തി ഇവിടം വരെ ഒരു 2-3 മുട്ട സൂചി ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ ഈ 1/4 ഇഞ്ചത്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് മുട്ട സൂചി കുത്തി കൊടുക്കുക. എന്നിട്ട് കൈ സൂചി കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് പോവുക. ഇട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ മെഷീനിൽ വെച്ചിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ ആ നെക്ക് നീറ്റായിട്ട് വരും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ട ഇങ്ങനെ നമ്മൾ മുട്ട സൂചി ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് നമുക്കിത് മെഷീനിൽ വെച്ച് ഇതിപ്പോൾ കറക്റ്റ് അളവിന് ഇതിപ്പോൾ തയ്യൽ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ തയ്യലിപ്പോൾ ജസ്റ്റ് പഠിച്ചിറങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്കും ചെയ്യാത്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നീങ്ങിപ്പോത്തില്ല. ഇതുണ്ടോ ഇതുണ്ട ഇത് ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ആദ്യം ഒരെണ്ണം ഇവിടെ കുത്തുക, പിന്നെ ഒരു 2-3 സൂചി, അതായത് ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ അവിടം വരെ കുത്തിയത്, അവിടം വരെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചുറ്റും ഇതാക്കാം. ഇതിപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യൽ പഠിച്ച് തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ ഈ നെക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതാകുമ്പോൾ ഇങ്ങനെ കൈ സൂചി കൊണ്ട് തയ്ച്ചിട്ടാകുമ്പോൾ മെഷീനിൽ വെക്കുമ്പോൾ ഒന്നും പേടിക്കാനില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു കെട്ടിട്ട് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊരിക്കളയാം. ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല അകത്തി ഇടണേ, അല്ലാതെ അടുപ്പിച്ചുള്ള സ്റ്റിച്ച് ഇടരുത്. പെട്ടെന്ന് ഊരി മാറ്റാൻ പറ്റണം. ഉണ്ടോ തയ്ച്ച് തീരുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ഊരി വിടാൻ പറ്റുന്ന അത്രയും ഗ്യാപ്പില്ലാണ്ടത് ഇങ്ങനെ ഒരു അരയിഞ്ച് നീളത്തിൽ കുത്തി എന്നിട്ട് ഇങ്ങനെ എത്തുന്നിട ആ മുട്ട സൂചി ഇങ്ങനെ ഊരി മാറ്റി കൊടുക്കുക. വേറെ കളറ് നൂലിട്ട് തന്നെ തയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ നൂല് അറിയാൻ പറ്റും. പിന്നെ വീഡിയോയിലാണെങ്കിലും വേറെ നൂലാകുമ്പോൾ പെട്ടെന്ന് അറിയാമല്ലോ. ഇതേണ്ട ഈ ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇവിടുത്തെ വീതി തന്നെ ആയിരിക്കണം ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ, എങ്കിലേ അത് ഭംഗി ഉണ്ടാവത്തുള്ളൂ കാണാനായിട്ട്. ആണ് അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. ഇത് കണ്ട നല്ല നീറ്റായി കണ്ട. ഇതിന് ഇവിടെ മേടിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ടിട്ട് ഈ കൈ കൊണ്ട് തയ്ച്ച സ്റ്റിച്ചും ഈ സ്റ്റിച്ച് നമ്മൾ ഊരിക്കളയും. ഇതുപോലെ നമുക്ക് ചുറ്റും ചെയ്യാം. നിർത്തി ഞാൻ ഈ നെക്കിന് ചുറ്റും ഇങ്ങനെ കൈ കൊണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കണ്ട. ഇപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഈ നെക്ക് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക കണ്ട. പിന്നെ ഞാനിത് ഇതിൻ്റെ ചുറ്റും ഇതേ കൂട്ട് ഇത് ആദ്യം തയ്ച്ച് കൊണ്ടുവന്നപ്പോൾ ഒരുമാതിരി ലൂസായിട്ട് ഇരുന്നതല്ലേ, ആ പീസ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഫിനിഷിങ് ആയതുണ്ട. ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് ഞാൻ ഇട്ട് പെർഫെക്റ്റായിട്ടൊരു സ്റ്റിച്ച് അരികെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഈ തയ്യലുകളെല്ലാം ഊരിക്കളയും. ആദ്യം മെഷീനിൽ തയ്ച്ച തയ്യലും കൈകൊണ്ട് തയ്ച്ച തയ്യലും എല്ലാം ഊരിക്കളയും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയാൽ മതി. ഇത് ഈ അരികിൽ നിന്ന് ഇങ്ങനെ ഏറ്റവും പറ്റ ഇങ്ങനെ അരികെ കൂടെ ഒരു തയ്യലിട്ട് വരണം. ഭയങ്കര സ്ലോയിൽ തയ്ക്കണം. അത് തയ്ക്കുന്ന വീഡിയോ എടുത്താൽ കുറേ ലെങ്തി ആയിപ്പോവും. ഇവിടെ നിന്ന് ഇങ്ങനെ ഏറ്റവും അരികെ കൂടെ തയ്യലിട്ട് വേണം. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആർക്കും അത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇപ്പം ഞാൻ തയ്ച്ചിട്ട് വരാം. ഇപ്പം ഞാൻ മെഷീനിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് ആ കൈ കൊണ്ട് തയ്ച്ച സ്റ്റിച്ച് മൊത്തം ഊരിക്കളഞ്ഞ് ഇനി ഇപ്പുറത്തൂടെ ഒരു മെഷീൻ തയ്യൽ പോയിട്ടുണ്ട്, അത് ഊരിക്കളയണം. അത് ഇച്ചിരി സമയം എടുക്കുന്ന പണിയാണ്. കാര്യം അത് സൂക്ഷിച്ചൂരണം. കൈ കൊണ്ട് തയ്ച്ചത് ഊരിയിട്ടുണ്ട്. ആ രണ്ടാമത്തെ തയ്യൽ ഊരി കഴിയുമ്പോൾ പെർഫെക്റ്റ് ആവും. വേണ്ട ഇങ്ങനെ ഇരിക്കും നെക്ക്. എന്നിട്ട് ഈ നെക്ക് നമുക്ക് ഇച്ചിരി വലുതാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പീസ് ഇട്ട് കൊടുക്കുക. അല്ല നമുക്ക് ഈ നെക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അല്ല ഇതിപ്പോൾ നമുക്ക് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ് നെക്കിനെങ്കിൽ ഇപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫാഷൻ ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിനാണ് ഞാനൊരു 5 ഇഞ്ച് തുണി എക്സ്ട്രാ എടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ നമുക്ക് കുറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാണ്. കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് ഇത്ര ഒരു ഇഞ്ച് ഇട്ടിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ വെട്ടി അങ്ങ് മാറ്റാം. അല്ലെ കുറഞ്ഞു പോയാൽ ഭയങ്കര പാടല്ലേ. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ നൂലിളകാതിരിക്കാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പെർഫെക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ കൈ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ലിറ്റ് അടിക്കുക, ടോട്ടൽ ജോയിൻ്റ് ചെയ്യുക. ഇതൊക്കെ ഞാൻ മറ്റ് 2 ചുരിദാർ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. സ്ലീവ് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യേണ്ടതെന്നും സ്ലിറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡ്രസ്സ് ഞാൻ തയ്ച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഡ്രസ്സ്? കൊള്ളാമോ? എന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ് തയ്ക്കുമ്പോൾ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.